വെൽക്കം ടു ഡേ 9 ഓഫ് 100 ഡേ സീരീസ് ട്ടോ. ഇന്ന് എൻ്റെ സാധനങ്ങളൊക്കെ മനോട്ടിന് എടുത്തിട്ട് ഇറങ്ങണത്. ഞങ്ങളിന്ന് പിറവം എറണാകുളം ആ സൈഡിലോട്ടാണ് കേട്ടോ പോണത്. എന്നത്തെയും പോലെ ജോണിയുടെ സൈറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ തുടക്കം. ഞങ്ങൾ പിറവ് എത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇത്രയും കാലത്തെ കൺസ്ട്രക്ഷൻ്റെ ഇടയിൽ ആദ്യമായിട്ട് വെക്കുന്ന മരത്തിൻ്റെ ഡോർ ഫ്രെയിംസും വിൻഡോസും ഈ വീട്ടിലാണ് കേട്ടോ. എൻ്റെ പണിയൊക്കെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നമ്മുടെ ചില ക്ലയൻറ്റുകളെ കുറിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സൈറ്റും അതേപോലെ ഞാൻ രാവിലെ കാണിച്ച സൈറ്റും രണ്ട് സൈറ്റിലെയും ക്ലയൻറ്റിനെ ഞങ്ങൾ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഈ സൈറ്റ് എറണാകുളം പിറവത്തുള്ളതാണ്. ഈ സൈറ്റിലെ ക്ലയൻറ്റായ ജീച്ചേട്ടനെ ഞങ്ങൾ കണ്ടത് ഒരു വർഷം മുന്നെയാണ് കേട്ടോ. അതുപോലെ ജോണീനെ ഞങ്ങൾ കണ്ടത് 3 മാസം മുൻപാണ്. അതും നമ്മുടെ സ്ട്രക്ചറിന്റെ ഒരു 90% വർക്കും കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. അതെന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിൽ നാട്ടിലില്ലാത്ത ക്ലയൻസ് ആണ് കേട്ടോ. ഞാൻ നാട്ടിലില്ല എന്ന് ഉദ്ദേശിച്ചത് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളായതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനത്തെ ആൾക്കാരുടെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരോട് കൂടുതൽ ആത്മബന്ധം തോന്നാറുണ്ട്. അതുപോലെ അവർക്ക് ഞങ്ങളോടും തോന്നാറുണ്ട് കേട്ടോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 2 കൊല്ലം മുന്നേ ഞങ്ങൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ ക്ലയന്റിന്റെ പേര് സതീഷ് എന്നായിരുന്നു കേട്ടോ. സതീഷ് ഏട്ടൻ ദുബായിലായിരുന്നു. ഞങ്ങളുടെ സ്കോപ്പ് ഓഫ് വർക്ക് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ആദ്യമായിട്ട് ഞങ്ങൾ സതീഷ് ഏട്ടനെ മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ വെച്ചു കൊടുത്ത വീട്ടിൽ ക്ലയൻറ്റ് എത്രത്തോളം ഹാപ്പി ആണെന്നുള്ളത് ഇതേ കൺസ്ട്രക്ഷൻ ഫീൽഡ് നിൽക്കുന്ന നമ്മുടെ സതീഷേട്ടൻ തന്നെ ഞങ്ങളുടെ ഓരോ വീഡിയോസിൻ്റെ അടിയിലും കമൻറ്റ് ഇട്ടുവിടാട്ടോ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന വീടുകളുടെ പല കൊളാപ്സുകളും, അതേപോലെ ഇപ്പോൾ നാട്ടിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ പലരും അതിൽ കണ്ടിട്ടുണ്ടാവും. ഒരു കോൺട്രാക്ടർ വീട് വെച്ചിട്ട് അതിലുണ്ടായ അപാകതകളും കാര്യങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ. ഇതെല്ലാം ഞങ്ങൾക്ക് ഫസ്റ്റ് ഷെയർ ചെയ്ത് തന്നത് സതീഷേട്ടനാണ് കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ സതീഷേട്ടനോട് ചോദിച്ചിരുന്നു, ഞങ്ങൾ വെച്ച് തന്ന ഈ വീട്ടിൽ സതീഷേട്ടൻ ഹാപ്പി ആണോ എന്ന്. ഞാൻ നിങ്ങളിൽ ഹാപ്പി ഇത് കൊണ്ടാണല്ലോ ഞാൻ ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ സതീഷേട്ടൻ അപ്പോൾ പറഞ്ഞ മറുപടി. ഇപ്പോൾ 1 വർഷം ആയിട്ടുണ്ട് കേട്ടോ സതീഷേട്ടൻ നമ്മൾ വെച്ചു കൊടുത്ത വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞാൻ ആ പറഞ്ഞ വീടിന്റെ ഫുൾ ഫിനിഷ്ഡ് വീഡിയോ കാണാൻ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ആ വീഡിയോന്റെ ലിങ്ക് ഇട്ട് തരാമേ. ഇപ്പോൾ ഞങ്ങൾ ജീച്ചേട്ടന് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഇതേ രീതിയിൽ പണിത വീടാണ് കേട്ടോ. ആ വീടും ഞങ്ങളെ വിളിക്കുന്ന പല ആൾക്കാർക്കും ഇപ്പോഴും ഉള്ളൊരു സംശയം എന്താന്ന് വെച്ചാൽ, ഭിത്തിയുടെ തിക്നെസ്സിനെ കുറിച്ചാണ് കേട്ടോ. പക്ഷേ ഇവരാരും ചിന്തിക്കുന്നില്ല, ഇവർ കല്ലിൽ നിർമ്മിക്കുന്ന വീടിന്റെ റൂഫ് സ്ലാബിനും ഇതേ തിക്നെസ് ആണെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഒരുപാട് പൈപ്പുകൾ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ ഈ പൈപ്പ് വെക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീടുകളുടെ കൊളാപ്സ് നമ്മുടെ കോൺക്രീറ്റ് വീടിൽ സംഭവിക്കാതിരിക്കാൻ. അപ്പൊ ചിലവർ ചോദിക്കും, ഈ പൈപ്പ് തുരുമ്പ് പിടിക്കില്ലേന്ന്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന പൈപ്പ് GP പൈപ്പാണ്. ഈ ചോദിക്കുന്ന ആളുകൾ അവരുടെ റൂഫ് സ്ലാബിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പികളാണെങ്കിലോ നോർമൽ കമ്പി. ഈ പൈപ്പ് ദ്രവിച്ചു പോകുമെങ്കിൽ നമുക്ക് തിരിച്ചും ചിന്തിച്ചൂടെ, ഈ റൂഫ് സ്ലാബിലെ കമ്പിയും ദ്രവിക്കാലോ. അപ്പൊ ചിലർ പറയും രണ്ടും ദ്രവിക്കുമെന്ന്. പക്ഷേ ഈ 16 ഗേജിന്റെ പൈപ്പ് ദ്രവിച്ചു പോയാലും ഇതിന്റെ ഉള്ളിൽ ഓൾറെഡി കോൺക്രീറ്റ് ഫിൽഡ് ആണ്. എന്നാൽ നമ്മുടെ റൂഫ് സ്ലാബിന്റെ കമ്പി ദ്രവിച്ചാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ആരെങ്കിലും ഒരു 50 വർഷത്തിനുള്ളിൽ കോൺക്രീറ്റ് പില്ലറിൽ നിർമ്മിച്ച വീട് തകർന്നു പോയത് നിങ്ങളുടെ അറിവിലുണ്ടോ? അതുപോലെ ന്യൂസിലും കാണാറില്ല. ഇത്രയും ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ 4 ഇഞ്ച് ഭിത്തിയിൽ വീട് നിർമ്മിക്കുമ്പോൾ കിട്ടുന്ന ലാഭങ്ങൾ മനസ്സിലാക്കിയ ചില വ്യക്തികളിൽ ഒരാളാണ് സതീഷേട്ടൻ. അതുപോലെ നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡിൽ 100% വിശ്വാസം പുലർത്തിയ ഒരാളാണ് കേട്ടോ മാത്യു സാറിന്റെ 3000 സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ ഈ 4 ഇഞ്ച് ഭിത്തിയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. സാറിന് ഞങ്ങൾ വിശ്വാസമുള്ള പോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ രീതിയിൽ 100% വിശ്വാസമാണ് കേട്ടോ. ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊളാപ്സ് പോലെ നമ്മുടെ ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ഉണ്ടാവില്ല എന്നുള്ളതിന്റെ 100% ഗ്യാരണ്ടി ഞങ്ങൾ തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ 4 ഇഞ്ച് സ്ക്വയർ 2 മെത്തേഡിൽ വീട് ചെയ്യുമ്പോൾ തൃപ്തിക്കുറവുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരു പുതിയ അപ്ഡേഷനും കൂടി വരുത്തിയിട്ടുണ്ട്. 5 ഇഞ്ച് വാൾ തിക്നെസ്സിൽ എല്ലാ കോർണേഴ്സിലും കോൺക്രീറ്റ് പില്ലേഴ്സ് വെച്ചിട്ടും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടേ. അതല്ല, നിങ്ങൾക്ക് ഇനി 8 ഇഞ്ച് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും കേട്ടോ. പക്ഷെ അതിനനുസരിച്ച് തുകയിൽ വ്യത്യാസം വരും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജീച്ചേട്ടൻ്റെ വീട് തുടങ്ങിയിട്ട് വെറും 11 ദിവസമായിട്ടുള്ളൂ കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ, ജീച്ചേട്ടനെ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് 1 വർഷത്തിന് മുകളിലായി. ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ജീച്ചേട്ടൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ അപ്ഡേഷൻസും ജീച്ചേട്ടന് വ്യക്തമായിട്ട് അറിയാം. അതുകൂടാതെ മുൻപ് ബുക്ക് ചെയ്തവർക്ക് ഈ ഒരു പുതിയ അപ്ഡേഷനിലോട്ട് മാറാനായിട്ട് നേരിയൊരു തുകയാണ് കേട്ടോ ഞങ്ങൾ അധികമായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ ജീച്ചേട്ടൻ പറഞ്ഞത്, നിങ്ങളുടെ 4 ഇഞ്ച് ഭിത്തിയിൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്നും പൈസ എനിക്കൊരു വിഷയമല്ല, പക്ഷേ എന്നോട് ജീച്ചേട്ടൻ പറഞ്ഞത് 4 ഇഞ്ച് ഭിത്തിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, എന്നാൽ ഞാനും സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ്. അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ജീച്ചേട്ടൻ പോയി കണ്ടത് നമ്മുടെ മാത്യു സാറിൻ്റെ വീട് തന്നെയായിരുന്നു കേട്ടോ. ഇവിടുത്തെ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് മൂവാറ്റുപുഴയ്ക്കാണ്. അങ്ങനെ നമ്മുടെ കമ്പനിയിൽ ഒരു പുതിയ മെമ്പർ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പുതിയ വണ്ടി എടുത്തു, അതാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോയി മൂവാറ്റുപുഴയിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. അവിടെ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനായിട്ട്
കഴിക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് കൂത്താട്ടുകുളം ഹരിദ്വാർ വെജിറ്റേറിയൻ ഹോട്ടലാട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ മുൻപ് ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇട്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ നെയ്ബർ ശ്രീഹരിയുടെ കസിൻ്റെ ആണ് കേട്ടോ ഈ ഹോട്ടൽ. ഇതൊരു ബ്രാഹ്മിൻസ് ഹോട്ടലാണ്, അതുകൊണ്ട് പ്യൂർലി വെജിറ്റേറിയൻ ആണ്. ഉച്ചയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല സദ്യ കഴിക്കാം കേട്ടോ. വൈകുന്നേരം ആണെങ്കിൽ നല്ല അടിപൊളി ഗീ റോസ്റ്റും എല്ലാം കഴിക്കാം. എന്ന് ഇതിലെ പാസ് ചെയ്യുമ്പോഴും എന്നെ കൊതിപ്പിക്കുന്നൊരു വീടാണ് കേട്ടോ ഇത്. ഇതുപോലൊരു വീടായിരുന്നു ആഗ്രഹം. ട്രഡീഷണൽ വീടിന് അതിൻ്റെതായ ഒരു തനിമയുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു വീട് വയ്ക്കാൻ പോകുന്നുണ്ട്, അത് ഇതുപോലെയല്ല കേട്ടോ. കാരണം ഞങ്ങൾ നിർമ്മിക്കുന്ന ഒരു വീട് ഒരു മാതൃകയായിട്ടാട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. കോൺക്രീറ്റ് വീടിൻ്റെ എക്സ്ട്രീമും അതേപോലെ തന്നെ ഒരു വീട് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാം എന്നാണ് കേട്ടോ ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുന്നത് ആ വീടിൻ്റെ സ്ട്രക്ചറിൽ കോംപ്രമൈസ് ചെയ്തിട്ടല്ല, പക്ഷേ അതിൻ്റെ ബാക്കി വരുന്ന വർക്കുകൾ ആ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ തന്നെ എങ്ങനെ ഫൈനൽ ഫിനിഷ് ആക്കാം എന്നുള്ളതാണ് കേട്ടോ ഞങ്ങൾ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ ഈ നിർമ്മാണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുന്നത്. ഉദാഹരണത്തിന് ഞങ്ങൾ ആ വീട്ടിൽ ബാത്റൂം ഒഴികെ മറ്റൊരു സ്ഥലത്തും ടൈൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വീട്ടിൽ ടൈൽ ഇല്ലാന്നുണ്ടെങ്കിൽ എത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ളത്. പിന്നെ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു തരില്ല, ബാക്കി നിങ്ങൾ വീട് വെക്കുമ്പോൾ കണ്ടാൽ മതി കേട്ടോ. കാരണം ഈ വീഡിയോ ഔട്ട് വരുമ്പോൾ മനോട്ടം കാണും. ആ സമയത്ത് മനോട്ടം എന്നെ ചീത്ത പറയും കേട്ടോ. കാരണം ഇത് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പോയിന്റ് ആണ്. കാരണം ഒരു വീട് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാം എന്നുള്ളതാണ് നിരന്തരമായി ഞങ്ങളുടെ റിസർച്ച്. അതിലൊരു പോയിന്റ് ആണ് കേട്ടോ ഞാൻ ഇപ്പൊ ഔട്ടാക്കിയത്. എല്ലാം നമ്മൾ ചെയ്ത് കാണിക്കണം, എന്നാലേ അത് മറ്റുള്ളവർ ഏറ്റെടുക്കുള്ളൂ. ഇപ്പൊ നമ്മുടെ നിർമ്മാണം എല്ലാവരും ഏറ്റെടുത്ത പോലെ. അതുകൊണ്ടാണ് എൻ്റെ ആ ട്രഡീഷണൽ വീടിൻ്റെ ആഗ്രഹം നമ്മളൊരു പുതിയ വീട് വെക്കുമ്പോൾ നടക്കാതെ പോകുന്നത്. മനോട്ടൻ ഇതേപോലെ 3-4 വർഷം ഇരുന്ന് റിസർച്ച് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ മേഖലയിലോട്ട് എത്തിയത്. അന്നൊക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള ചിന്താഗതികളായിരുന്നു കേട്ടോ എനിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നവരോടൊന്നും എനിക്ക് ദേഷ്യം തോന്നാറില്ല. പക്ഷേ ഇത്രയും റിസർച്ച് ചെയ്ത് ഇതൊരു വിജയമാക്കിയെടുത്തൊരു വ്യക്തിക്ക് ഈ ബാഡ് കമൻറ്റ് കാണുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ പിന്നിൽ ആ മനുഷ്യൻ്റെ ഒരുപാട് പ്രയത്നമുണ്ട് കേട്ടോ. പിന്നെ പല നെഗറ്റീവ് കമൻറ്റുകളും അവർ ഊഹാപോഹങ്ങളിലൂടെ പറയുന്നതാണ്. അവരതൊന്നും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാതെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ദേഷ്യം തോന്നുന്നത്. അങ്ങനെ മൂവാറ്റുപുഴയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ കുട്ടികൾ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് മോഹൻലാലിൻ്റെ മോളുടെ സിനിമ കാണാമെന്നായിരുന്നു. പക്ഷെ അവർക്ക് താല്പര്യം സ്പൈഡർമാൻ ആയിരുന്നു കേട്ടോ. അവരുള്ളത് കൊണ്ട് അവരുടെ ഇഷ്ടത്തിനായിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്നതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. അവർക്ക് ഇഷ്ടമുള്ള സിനിമകൾ മാത്രം അവരെ കൊണ്ടേ കാണിക്കണ്ടു കേട്ടോ. അല്ലാത്ത ഏത് സിനിമയ്ക്ക് ഞങ്ങൾ വിളിച്ചാൽ പോലും അവർ വരാറില്ല. പിന്നെ എപ്പോഴും ഈ ഓട്ടം ആയതുകൊണ്ട് ഞങ്ങളും വിചാരിച്ചു ഇന്ന് കുറച്ച് റിലാക്സ് ആവാന്ന്. അന്ന് കുട്ടികളെയും കൊണ്ട് സിനിമയ്ക്ക് പോയപ്പോൾ അതൊരു റിലാക്സേഷൻ ആയിരുന്നില്ല കേട്ടോ. അന്ന് ഒരുപാട് യാത്ര ചെയ്ത് വന്നിട്ട് പിന്നെ അവരുടെ നിർബന്ധത്തിന് അങ്ങ് വഴങ്ങി കൊടുക്കായിരുന്നു. ഞാൻ സിനിമയുടെ ഇടയിൽ കുറെ ഉറങ്ങും ചെയ്തു കേട്ടോ. വിസ്മയയുടെ സിനിമ തുടക്കമായിരുന്നെങ്കിലും അത് നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പെൺകുട്ടികളും വിസ്മയെ പോലെ ആവണമെന്ന് മനുവേട്ടന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒട്ടും ആഗ്രഹമില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും പാഷൻ അനുസരിച്ചിട്ടല്ല മക്കൾ വളരേണ്ടത്. അവർ അവരുടെ പാഷൻ നോക്കിയിട്ട് വേണം കേട്ടോ വളരാൻ. നമ്മുടെ പാഷൻ അവരെ അടിച്ചേൽപ്പിക്കാതെ നമ്മളുടെ പാഷനിലോട്ട് അവരെ എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ 2 മക്കളും എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് ഇപ്പോൾ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം.